ഹലോ മൈ ഡിയർ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക്. ബജ്ജികളിൽ പലതരം അല്ലേ? നമ്മൾ ഇന്ന് പ്രത്യേക ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ബജ്ജി കേട്ടോ, പൈനാപ്പിൾ കൊണ്ടുള്ള ഒരു ബജ്ജി. ആദ്യമേ പറയാം, ഇതെല്ലാവർക്കും ഇഷ്ടാവണമെന്ന് ഇല്ല. വളരെ അപൂർവം ആൾക്കാർക്ക് ഇഷ്ടാവാൻ വഴിയുള്ളൂ. കാരണം പ്രത്യേകിച്ച് പൈനാപ്പിൾ ഇഷ്ടമുള്ളവർക്ക് മൈറ്റ് ലൈക്ക് ഇറ്റ്. അതിൻ്റെ ഒരു ടാങ്കിനെസ്സും ബജ്ജിയുടെ ഒരു ഇച്ചിരി എരിവും ആ ഒരു ക്രഞ്ചി കൂടി ചേരുമ്പോൾ തണുത്ത് കഴിക്കുമ്പോൾ ഒരു രസമൊക്കെ ഉണ്ട്. പക്ഷെ അഗെയിൻ ഇറ്റ്സ് നോട്ട് എവ്രി വൺസ് കപ്പ് ഓഫ് ടീ. ഓക്കെ, സോ try. If you would like pineapple, you will definitely love this. So let's begin. As you have seen in the video, you will have to remove the skin. പിന്നെ അതിൻ്റെ ഉള്ളിൽ മേലെ ആ മുള്ളു പോലെ ഉണ്ടല്ലോ, അതൊക്കെ എടുക്കണം. അപ്പം നമുക്ക് തുടങ്ങാം. മാവ്, കടലമാവാണ് പ്രധാനം. പിന്നെ അരിപ്പൊടി 2 സ്പൂൺ അരിപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കാശ്മീരി മുളക് പൊടി, ഉപ്പ്, പിന്നെ ലേശം സോഡപ്പൊടി, കുക്കിംഗ് സോഡ, പിന്നെ ഇത് നമ്മുടെ അയമോദകം, അത് ഇടുകയാണെങ്കിൽ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. മിക്സ് ചെയ്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമ്മൾ സാധാരണ ബജ്ജി ഉണ്ടാക്കില്ലേ, ആ ഒരു ബാറ്റർ പരുവം തന്നെ, പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല. മിക്സ് ചെയ്ത് വെച്ച് അത് അങ്ങനെ മാറ്റി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നടുവേ പൈനാപ്പിൾ ഒന്ന് നടുവേ കീറിയിട്ട് നമുക്ക് 2 കഷ്ണങ്ങളാക്കി നമുക്ക് ബജ്ജിയായിട്ട് പൊരിച്ചെടുക്കാം. സംഭവം നമ്മൾ ചില വീഡിയോസിൽ ഞാൻ കണ്ടിട്ടുണ്ട്, ഇത് ബജ്ജി ഉണ്ടാക്കിയതിന് ശേഷം അതിൻ്റെ മുകളിൽ ഉള്ളി ക്യാരറ്റൊക്കെ ഇട്ട് കഴിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെയും നിങ്ങൾക്ക് ട്രൈ ചെയ്യും. ഞാൻ അങ്ങനെ ട്രൈ ചെയ്തിട്ടില്ല കേട്ടോ. ഇത് എനിക്ക് പേഴ്സണലി ഇഷ്ടമായി, പക്ഷെ എൻ്റെ കെട്ടിയോനും എൻ്റെ 2ാമത്തെ മോനും തീരെ ഇഷ്ടമായില്ല. അപ്പോൾ അതാ പറയുന്നത്. അപ്പോൾ ഇതൊന്ന് ഉണ്ടാക്കി നോക്കണേ. മെനി മോർ ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് ടു കം. ലവ് യു ഓൾ, ബൈ.